പരിശുദ്ധമായ റമദാൻ മാസമാണല്ലോ. ഈ റമദാൻ മാസത്തിൽ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിലുള്ള കണ്ടന്റ് ഇത്രമാത്രം: റമദാൻ മാസത്തിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. പെട്ടെന്ന് പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേൾക്കുന്നു. ഉടൻ തന്നെ വളരെ നിരാശയോടുകൂടി എനിക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ബാങ്ക് വിളിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെള്ളം മാറ്റുന്നു. ഉടൻ തന്നെ അതേ സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ രൂപത്തിൽ അടുത്ത ഒരു സ്ത്രീയായി വന്നുകൊണ്ട് പറയുന്നു, അങ്ങനെ താഴെ വെക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് അങ്ങനെ താഴെ വെക്കുന്നത്? നിങ്ങൾക്ക് ആ വെള്ളം മുഴുവനും കുടിച്ചിട്ട് നിങ്ങളത് താഴെ വെച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ താഴെ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ പറയുന്നത്. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളതും ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നതുമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തഹജ്ജുദിന് വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എങ്കിലും പഴയ കാലത്തൊക്കെ, ഇപ്പോഴും മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ട്. തഹജ്ജുദിന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്ക് വിളി കേട്ടിട്ട് നിങ്ങൾ നോമ്പിന് വേണ്ടി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? നിങ്ങൾ മതിയാക്കേണ്ടതില്ല. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ആ പാനീയം പൂർത്തീകരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ചാൽ മതി എന്നുള്ളതാണ്. അല്ലാതെ സുബഹിയുടെ ബാങ്ക് വിളിച്ചിട്ട് അല്ല. സുബഹിയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാൽ ആ നോമ്പ് ലഭിക്കുകയില്ല. അങ്ങനെ ആ വീഡിയോസ് മറ്റോ കണ്ട് ആരെങ്കിലും ആ ഒരു രൂപത്തിൽ നോമ്പെടുത്തിട്ടുണ്ട് എങ്കിൽ നോമ്പിനെ ഖളാ വീട്ടേണ്ടതാണ് എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ വിവരമില്ല എങ്കിൽ, അതിനെക്കുറിച്ച് യാതൊരു വിധമായ അറിവുമില്ല എങ്കിൽ ആ വിഷയം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ അതെല്ലാം ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടുകയും ചെയ്യരുത്. എല്ലാവരും ശ്രദ്ധിച്ച് ഇസ്ലാമിക ചിട്ടവട്ടങ്ങളെ, അതിൻ്റെ ചുറ്റുപാടുകളെ പരിപൂർണമായി മനസ്സിലാക്കി, അറിയാത്ത കാര്യം അറിയുന്നവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇബാദത്തുകൾ പൂർത്തീകരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരുടെയും നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.